നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഓസ്ട്രേലിയയിൽ സംഭവിച്ചത്. ഇപ്പോഴും ചിലയിടങ്ങളിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം വലിയ മഴ ഓസ്ട്രേലിയയിൽ പെയ്തിരുന്നു. ഈ മഴ കാട്ടുതീക്ക് ഒരു പരിധിയിലപ്പുറം ശമനമാവുകയും വലിയ രീതിയിൽ ആശ്വാസമാവുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ മഴ ഇപ്പോൾ ഒരു വില്ലനായി മാറിയിരിക്കുകയാണ്. അതായത് കാട്ടുതീയിൽ നിന്ന് ദുരിതം അവസാനിക്കും മുമ്പേ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള പേമാരിയും വെള്ളപ്പൊക്കവും വന്നിരിക്കുന്നു. മാസങ്ങളായി തുടരുന്ന കാട്ടുതീ കെടുത്തി ഈ ആഴ്ചയാണ് ഓസ്ട്രേലിയയിൽ മഴ പെയ്തു തുടങ്ങിയത്. കാട്ടുതീ ആളിപ്പടർന്ന സ്ഥലങ്ങളിൽ ആശ്വാസമായി പെയ്ത മഴ പക്ഷേ ചിലയിടങ്ങളിൽ കനത്തോടുകൂടിയാണ് ഇത് ഒരു ദുരിതമായി മാറിയത്. പേമാരിയിലും കൊടുങ്കാറ്റിലും പലയിടത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. മിക്ക സ്ഥലത്തും റോഡുകൾ അടഞ്ഞതോടുകൂടി ഗതാഗതവും പൂർണ്ണമായി തടസ്സപ്പെട്ടു. ചിലയിടങ്ങളിലാകട്ടെ പ്രളയ സമാനമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴും 100ഓളം ഇടങ്ങളിൽ കാട്ടുതീ അണയ്ക്കുവാൻ അഗ്നിരക്ഷാ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലേക്കാകട്ടെ മഴ ഒട്ടും ഇല്ലതാനും. കിങ്സ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചില പ്രദേശങ്ങളിലാകട്ടെ 330 മില്ലിലിറ്റർ വരെ മഴ പെയ്തു എന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥ ഏജൻസിയുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇത് 100 മില്ലിമീറ്റർ മഴ വരെ പെയ്തേക്കുമെന്നും സൂചനകൾ നൽകുന്നു. വെള്ളപ്പൊക്കം രൂക്ഷമായതോടുകൂടി കിങ്സ്ലാൻഡിലെ പ്രധാന ഹൈവേകളെല്ലാം തന്നെ ശനിയാഴ്ച അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള വാഹന സൗകര്യം ഇവിടെ ലഭ്യമല്ല. ചിലയിടങ്ങളിൽ മിക്ക വീടുകളും വെള്ളത്തിനടിയിലാണ്. ശക്തമായ കാറ്റിൽ ന്യൂ സൗത്ത് വെയിൽസിൽ പലയിടത്തും വൈദ്യുതി ബന്ധവും തകരാറിലായി. അതുകൊണ്ട് തന്നെ ഫോൺ ബന്ധവും മറ്റും തകരാറിലായി. ഇവിടത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ വീണിടക്കുന്ന മരങ്ങളും വൈദ്യുതി ലൈനുകളും ശ്രദ്ധിക്കണമെന്നും വെള്ളപ്പൊക്കത്തിലൂടെ യാതൊരു കാരണവശാലും വാഹനം ഓടിക്കുവാനോ നടക്കുവാനോ ശ്രമിക്കരുതെന്നും ഫയർ ആൻഡ് എമർജൻസി സർവീസസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഒരു ഭാഗത്ത് മഴ ഇങ്ങനെ കനത്ത് പെയ്യുമ്പോഴും വിക്ടോറിയയിലെയും ന്യൂ സൗത്ത് വെയിൽസിലെയും ചിലയിടങ്ങളിൽ കാട്ടുതീ ഇപ്പോഴും അണയാനുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു കാലാവസ്ഥാ ദുരിതത്തിന്റെ പിടിയിൽ തന്നെയാണ് ഓസ്ട്രേലിയ എന്ന് പറയാം. സൗത്ത് വെയിൽസിലെയും ചിലയിടങ്ങളിൽ കാട്ടുതീ ഇനിയും അണയാനുണ്ടെന്നും അറിയുന്നു. പർവ്വത മേഖലകളിൽ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും ഫയർ സർവീസ്. മഴ പെയ്യുന്നത് തീ അണയ്ക്കാനുള്ള ജോലി എളുപ്പമാക്കുമെന്ന് കണക്കൂട്ടുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും മഴ കൃത്യമായി എത്തുന്നില്ല. സെപ്റ്റംബറിൽ തുടങ്ങിയ കാട്ടുതീയിൽ 29 പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നറിയപ്പെടുന്നു. നിരവധി മൃഗങ്ങളും 2500-ലധികം വീടുകളും കത്തി നശിച്ചതായി നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഉൾക്കാടുകളിൽ തീ പടർന്നു പിടിക്കുന്നത് ആദ്യം കണ്ടെത്തിയത് നാസയുടെ ഉപഗ്രഹ ഉപകരണങ്ങളായിരുന്നു. പിന്നീട് പടർന്നു പിടിക്കുന്ന തീയെക്കുറിച്ചും അതിന്റെ യഥാർത്ഥ സ്ഥാന വിവരങ്ങൾ ഇവർ കൈമാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ സൃഷ്ടിച്ച പുകയുടെ ചലനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നാസയുടെ ഉപഗ്രഹം പുറത്തുവിടുന്നുണ്ട്. ഭീമാകരമായ കാട്ടുതീ പടർത്തിയ പുക ഭൂമിയുടെ അന്തരീക്ഷത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഈ പുകപടലങ്ങൾ തെക്കൻ പസഫിക്കിലൂടെ കിഴക്കോട്ട് സഞ്ചരിച്ച് ന്യൂസിലാൻഡിലേക്ക് വരെ നീങ്ങിയ അവസ്ഥയുണ്ടായി. അവിടെ കറുത്ത രീതിയിലുള്ള വായു മലിനീകരണത്തിനും ഏകദേശം ഒരാഴ്ച മുമ്പ് ഇരുണ്ട നിറത്തിലുള്ള മഞ്ഞ് വീഴ്ചയ്ക്കും കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ സംഭവിച്ചിരിക്കുന്ന കാട്ടുതീയും അതുപോലെ തന്നെ പേമാരിയും ഇപ്പോൾ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കും വളർന്ന് നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.